യുക്രൈനിൽ വർഷങ്ങളായി തുടരുന്ന കനത്ത യുദ്ധത്തിന്റെ ആഘാതങ്ങൾ അയൽപക്കത്തുള്ള നാറ്റോ അംഗരാജ്യങ്ങളിലേക്ക് എത്രത്തോളം അപകടകരമായ രീതിയിൽ പടരുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് യൂറോപ്യൻ ആകാശത്ത് അതീവ ഗുരുതരമായ ഒരു സൈനിക സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാറ്റോയുടെ ബാൾട്ടിക് എയർ പോലീസിംഗ് ദൗത്യത്തിന്റെ ഭാഗമായി വിന്യസിച്ചിരുന്ന ഫ്രഞ്ച് വ്യോമസേനയുടെ അത്യാധുനിക റാഫേൽ യുദ്ധവിമാനം തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഒരു യുക്രൈനൻ സൈനിക ഡ്രോണിനെ ആകാശത്ത് വെച്ച് വിജയകരമായി തടയുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. ലാത്വിയൻ അധികൃതരും നാറ്റോയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം റഷ്യയുടെ ഭാഗത്തു നിന്നുമാണ് ഈ പൈലറ്റില്ലാ വിമാനം ലാത്വിയൻ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. റഷ്യൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള കിഴക്കൻ ലാത്വിയയിലെ ബെർസ്കാലെ എന്ന ഗ്രാമത്തിന് മുകളിലെത്തിയപ്പോഴാണ് നാറ്റോയുടെ റഡാർ സംവിധാനങ്ങൾ ഇതിനെ കൃത്യമായി കണ്ടെത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ സംഘർഷ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ട്, റൊമാനിയ, ലാത്വിയ തുടങ്ങിയ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ സമാനമായ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദിശ മാറിയോ എത്തുന്ന മിസൈൽ അവശിഷ്ടങ്ങളും ഡ്രോണുകളും തിരിച്ചറിയാൻ കഴിയാത്ത മറ്റ് വ്യോമ വസ്തുക്കളും ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സജീവമായ യുദ്ധഭൂമികൾക്കപ്പുറത്തേക്ക് ഡ്രോൺ യുദ്ധമുറകൾ വ്യാപിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള സൈനിക നേതൃത്വങ്ങളെ തങ്ങളുടെ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളും വിഭവങ്ങളും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതിർത്തിക്കുള്ളിൽ കേവലം ഒരു കാവൽ എന്നതിനപ്പുറം നിമിഷ നേരം കൊണ്ട് രൂപപ്പെടുന്ന ഇത്തരം വ്യോമാക്രമണ ഭീഷണികളെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ പുതിയൊരു സൈനിക നയം രൂപീകരിക്കാൻ പാശ്ചാത്യ ശക്തികൾ നിർബന്ധിതരായിരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമാക്കിയിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ സഖ്യകക്ഷികളുടെ തന്നെ പിഴവുകൾ കാരണമുണ്ടാകുന്ന ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഈ നിർണായക സംഭവത്തിൽ യുക്രൈനിയൻ ഡ്രോൺ എങ്ങനെയാണ് റഷ്യയുടെ ദിശയിൽ നിന്നും ലാത്വിയയിലേക്ക് പ്രവേശിച്ചത് എന്നതിനെ കുറിച്ച് അതീവ ഗൗരവതരമായ അന്വേഷണമാണ് നാറ്റോ ഇപ്പോൾ നടത്തുന്നത്. യുക്രൈൻ സൈന്യം റഷ്യൻ മണ്ണിലെ ലക്ഷ്യങ്ങൾ ഭേദിക്കുന്നതിനായി അയച്ച ഡ്രോണിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ റഷ്യൻ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് ജാമിംഗ് സാങ്കേതിക വിദ്യ കാരണം തകരാറിലായതാണോ എന്ന് സുരക്ഷാ വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ലാത്വിയയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ സംഭവം വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് വെച്ച് വലിയൊരു സൈനിക ഡ്രോൺ വെടിവെച്ചിട്ടത് തങ്ങളുടെ സുരക്ഷ എത്രത്തോളം അപകടത്തിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ യുദ്ധത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നതെന്നും എപ്പോൾ വേണമെങ്കിലും ആകാശത്തു നിന്നും ഒരു മിസൈലോ ഡ്രോണോ തങ്ങളുടെ തലയിൽ പതിച്ചേക്കാമെന്ന ഭീതിയിലാണ് അവരെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം കനത്ത സമ്മർദ്ദത്തിന്റേതായിരുന്നു. നാറ്റോയുടെ ആകാശ സുരക്ഷ ഉറപ്പാക്കുന്ന ബാൾട്ടിക് എയർ പോലീസിംഗ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പൈലറ്റുമാർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ വേണമായിരുന്നു ഈ ഡ്രോണിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ലക്ഷ്യം വ്യക്തമല്ലാത്ത ഒരു വസ്തു അതിർത്തി കടന്നെത്തുമ്പോൾ അത് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണമാണോ അതോ സാങ്കേതിക പിഴവാണോ എന്ന് തിരിച്ചറിയുക അതീവ സങ്കീർണമാണ്. ഈ സംഭവം നാറ്റോ സഖ്യവും യുക്രൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈന് ഏറ്റവും കൂടുതൽ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് നാറ്റോ അംഗരാജ്യങ്ങളാണ്. എന്നാൽ തങ്ങൾ നൽകുന്ന പിന്തുണ സ്വന്തം രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം തങ്ങളുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന ഒന്നാണ്. നാറ്റോ രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കുന്നതിലൂടെ തങ്ങളുടെ സ്വന്തം അതിർത്തികൾ തന്നെയാണ് അപകടത്തിലാകുന്നത് എന്ന് സ്ഥാപിക്കാൻ ക്രെംലിൻ ഈ അവസരം ഉപയോഗിച്ചേക്കാം. കൂടാതെ നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും അവയുടെ പ്രതികരണ ശേഷിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ സംഭവം ഒരു തത്സമയ പരീക്ഷണ വേദിയായി മാറിയിട്ടുണ്ടാകാമെന്നും പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നു. യൂറോപ്പിലെ മറ്റ് അതിർത്തി രാജ്യങ്ങളായ പോളണ്ടിലും റൊമാനിയയിലും ഇതിനു മുൻപ് നടന്ന സമാനമായ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പുതിയ പ്രതിസന്ധി കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പോളണ്ട് അതിർത്തിയിൽ പതിച്ച മിസൈൽ അവശിഷ്ടങ്ങൾ 2 സാധാരണക്കാരുടെ ജീവൻ എടുത്തിരുന്നു. അക്കാലത്തെല്ലാം തന്നെ അത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന തരത്തിലുള്ള വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറിയിരുന്നു. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബെർസ്കാലയിൽ കണ്ടത്.
വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ദീർഘദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ളതുമായ ഡ്രോണുകളാണ് ഇപ്പോൾ ഇരുപക്ഷവും വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇത്തരം സാങ്കേതിക വിദ്യകൾ പരമ്പരാഗത വ്യോമ പ്രതിരോധ തന്ത്രങ്ങളെ പൂർണ്ണമായും അപ്രസക്തമാക്കുകയാണ്. ഈ സംഭവം യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും കൂട്ടായ പ്രതിരോധ സംവിധാനങ്ങളുടെ അതായത് ആർട്ടിക്കിൾ 5 പ്രസക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ജീവൻ നൽകിയിട്ടുണ്ട്. ഒരു നാറ്റോ അംഗരാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും സഖ്യത്തിന് നേരെയായുള്ള ആക്രമണമായി കണക്കാക്കാനും എന്നാണ് നിയമം. എന്നാൽ ഇവിടെ അതിർത്തി ലംഘനം നടത്തിയത് തങ്ങളുടെ സഖ്യകക്ഷിയായ യുക്രൈന്റെ ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ആക്രമണമായി കാണാൻ നാറ്റോയ്ക്ക് പറ്റില്ല. കിഴക്കൻ യൂറോപ്പിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. റഷ്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ബാൾട്ടിക് രാജ്യങ്ങളായ ലാത്വിയ, എസ്തോണിയ, ലിത്വാനിയ എന്നിവ എപ്പോഴും കനത്ത സുരക്ഷാ ഭീഷണിയിലാണ് കഴിയുന്നത്. യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളുടെ ആകാശത്തുണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും വലിയൊരു യുദ്ധാഗ്നി പടർത്താൻ പോന്നതാണ്. ലാത്വിയൻ അതിർത്തിയിൽ ഫ്രഞ്ച് യുദ്ധവിമാനം യുക്രൈനിയൻ ഡ്രോൺ വെടിവെച്ചിട്ട സംഭവം കേവലം ഒരു ആകാശ ഏറ്റുമുട്ടൽ മാത്രമല്ല. ഇത് യുക്രൈൻ യുദ്ധം അതിന്റെ അതിരുകൾ ഭേദിച്ച് യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലേക്ക് പടരുന്നതിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ യുക്രൈനും നാറ്റോയും തമ്മിൽ നടത്തുന്ന ചർച്ചകളും അതിർത്തികളിൽ വരുത്തുന്ന സുരക്ഷാ മാറ്റങ്ങളും ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ അതീവ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.